ഹായ് ചാപ്റ്റർ 9 ഇന്റർനാഷണൽ ട്രേഡിന്റെ യൂണിറ്റ് 3 ആയ ട്രേഡ് നെഗോഷിയേഷൻസിലെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എഗ്രിമെന്റ്സ് എന്ന പോർഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന്റെ പ്രീവിയസ് പോർഷൻ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കാത്തവർ അതൊന്ന് നോക്കുക. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ നമ്മൾ പോർഷനിലേക്ക് കടക്കാം. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എഗ്രിമെന്റ്സ്. The WTO agreements cover goods, services, and intellectual property and the permitted exceptions. These agreements are often called the World Trade Organization trade rules. And the World Trade Organization is often described as rules-based, a system based on rules. The rules are actually agreements that the governments negotiated. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എന്താണ് പറയുന്നത്? അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ എഗ്രിമെൻറ്റ്സിൽ മെയിനായിട്ട് ഗുഡ്സ്, സർവീസസ്, അതേപോലെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് കവർ ചെയ്യുന്നത്. അതേപോലെ ഇവിടെ പറഞ്ഞേക്കുന്നതാണ് പെർമിറ്റഡ് എക്സെപ്ഷൻസ്. സോ ഈ പെർമിറ്റഡ് എക്സെപ്ഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? കൺട്രി ചില സ്പെസിഫിക് സിറ്റുവേഷനിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ റൂൾസ് എന്ത് ചെയ്യുന്നു? ടെമ്പററി ആയിട്ട് ഇഗ്നോർ ചെയ്യുന്നു. അതാണ് പെർമിറ്റഡ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ പബ്ലിക് ഹെൽത്ത് എമർജൻസി സിറ്റുവേഷൻ, അതേപോലെ തന്നെ എക്കണോമിക് ക്രൈസിസ്, നാഷണൽ സെക്യൂരിറ്റി. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ റൂൾസ് കൺട്രി ടെമ്പററി ആയിട്ട് ഇഗ്നോർ ചെയ്യുന്നു. അതാണ് ഇവിടെ പെർമിറ്റഡ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് റൂൾസ് ബേസ്ഡ്, എ സിസ്റ്റം ബേസ്ഡ് ഓൺ റൂൾസ്. ദ റൂൾസ് ആർ ആക്ച്വലി എഗ്രിമെന്റ്സ്. സോ ഇതിലെന്താണ് മെയിനായിട്ട് പറയുന്നത്? കൺട്രീസ് തമ്മിലുള്ള ട്രേഡ് റൂൾസിന്റെ ബേസിസിലാണ് ഒക്യൂർ ചെയ്യുന്നത്, അല്ലെങ്കിൽ റൂൾസിന്റെ ബേസിസിലാണ് നടക്കുന്നത്. ഈ റൂൾസ് എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഈ റൂൾസ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ എഗ്രിമെന്റ്സ് വഴിയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? Following are the important agreements under World Trade Organization. സോ അടുത്ത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ എഗ്രിമെൻറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് എഗ്രിമെൻറ്റ് നോക്കാം. എഗ്രിമെൻറ്റ് ഓൺ അഗ്രികൾച്ചർ. ഇറ്റ് എയിംസ് അറ്റ് സ്ട്രെങ്തനിങ് ഗാർഡ് ഡിസിപ്ലിൻസ് ആൻഡ് ഇംപ്രൂവിംഗ് അഗ്രികൾച്ചറൽ ട്രേഡ്. It includes specific and binding commitments made by the World Trade Organization member governments in the three areas of market access, domestic support and export subsidies. ഇതിൽ മെയിനായിട്ട് എന്താണ് പറയുന്നത്? എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചറുടെ മെയിൻ എയിം ആണ് സ്ട്രെങ്തനിങ് ഗാർഡ് ഡിസിപ്ലിൻസ്, അതേപോലെ തന്നെ ഇംപ്രൂവിംഗ് അഗ്രികൾച്ചറൽ ട്രേഡ്. സ്ട്രെങ്തനിങ് ഗാർഡ് ഡിസിപ്ലിൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഫെയർ ട്രേഡിൻ്റെ റൂൾസിനെ എന്ത് ചെയ്യുക? സ്ട്രെങ്തൻ ചെയ്യുക. അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിൻ്റെ ട്രേഡിനെ എന്ത് ചെയ്യുക? ഇംപ്രൂവ് ചെയ്യുക. അതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. അതേപോലെ പറഞ്ഞിരിക്കുന്ന 3 ഏരിയാസ് ആണ് മാർക്കറ്റ് ആക്സസ്, ഡൊമസ്റ്റിക് സപ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് സബ്സിഡീസ്. മാർക്കറ്റ് ആക്സസ് എന്ന് വെച്ചാൽ എന്താണ്? കൺട്രീസിലുള്ള മാർക്കറ്റ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന് വേണ്ടി എന്ത് ചെയ്യുക? ഓപ്പൺ അപ്പ് ചെയ്യുക. അതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. അതേപോലെ പറഞ്ഞേക്കുന്നതാണ് ഡൊമസ്റ്റിക് സപ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് സബ്സിഡീസ്. ഇതിൽ രണ്ടിലും മെയിനായിട്ട് പറയുന്നതാണ് ഫാർമേഴ്സിന് ഡയറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സബ്സിഡീസ് എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. അതിനു പകരമായിട്ട് ആ സബ്സിഡീസ് എന്ത് ചെയ്യുക? അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള മെഷേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതാണ് ഡൊമസ്റ്റിക് സപ്പോർട്ടിലും എക്സ്പോർട്ട് സബ്സിഡീസിലും പറയുന്നത്. നമ്മൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഫാർമേഴ്സിന് ഡയറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന സബ്സിഡീസിനെ അഗ്രികൾച്ചറൽ ടെക്നോളജി ഇംപ്രൂവ് ചെയ്യാനോ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫീൽഡിലേക്ക് എന്ത് ചെയ്യുക? ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യും? ഇംപ്രൂവ് ചെയ്യും. അതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത് പറയുന്നതാണ് എഗ്രിമെന്റ് ഓൺ ആപ്ലിക്കേഷൻ ഓഫ് സാനിറ്ററി ആൻഡ് സൈറ്റോസാനിറ്ററി മെഷേഴ്സ്. Measures establish multilateral framework for planning, adoption and implementation of sanitary and phytosanitary measures to prevent such measures from being used for arbitrary or unjustifiable discrimination or for camouflaged restraint on international trade and to minimize their adverse effect on trade. ഇതിലെന്താ മെയിനായിട്ട് പറയുന്നത്? അതായത് സാനിറ്ററി ആൻഡ് സൈറ്റോസാനിറ്ററി മെഷേഴ്സ്. നമ്മളിത് ഓൾറെഡി നോക്കിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. സാനിറ്ററി ആൻഡ് സൈറ്റോസാനിറ്ററി മെഷേഴ്സിൽ മെയിനായിട്ട് പറയുന്നതാണ് ഫുഡ് സേഫ്റ്റി, അതേപോലെ തന്നെ അനിമൽ പ്ലാന്റ് ഹെൽത്തിനെ എന്ത് ചെയ്യുക? പ്രൊട്ടക്ട് ചെയ്യുക. അതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? പ്രിവെന്റ് സച്ച് മെഷേഴ്സ് ഫ്രം ബീയിങ് യൂസ്ഡ് ഫോർ ആർബിട്രറി ഓർ അൺജസ്റ്റിഫയബിൾ ഡിസ്ക്രിമിനേഷൻ. സോ ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഈ മെഷേഴ്സിനെ, ഈ പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ മെഷേഴ്സിനെ അൺഫെയർ ആയിട്ട് യൂസ് ചെയ്യാതെ പ്രിവെന്റ് ചെയ്യുക, നെഗറ്റീവ് ഇമ്പാക്റ്റിന് എന്ത് ചെയ്യുക? മിനിമൈസ് ചെയ്യുക. അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. അടുത്ത് പറയുന്നതാണ് എഗ്രിമെന്റ് ഓൺ ടെക്സ്റ്റൈൽസ് ആൻഡ് ക്ലോത്തിങ്. It replaced the multi-fiber arrangement MFA
which was prevalent since 1974. An entitled import protection policy (ATC) provides that textile trade should be deregulated by gradually integrating it into a guard disciplines over 10-year transition period. ഇതിലെന്താ മെയിനായിട്ട് പറയുന്നത്, മൾട്ടി ഫൈബർ അറേഞ്ച്മെന്റിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് എഗ്രിമെന്റ് ഓൺ ടെക്സ്റ്റൈൽസ് ആൻഡ് ക്ലോത്തിങ് വന്നത്. ഇതിന്റെ മെയിൻ എയിം ആയിട്ട് എന്താണ് പറയുന്നത്, ഇറ്റ് പ്രൊവൈഡ്സ് ദാറ്റ് ടെക്സ്റ്റൈൽ ട്രേഡ് ഷുഡ് ബി ഡീറെഗുലേറ്റഡ് ബൈ ഗ്രാജുവലി ഇൻറ്റഗ്രേറ്റിംഗ് ഇറ്റ് ഇൻ ടു എ ഗാർഡ് ഡിസിപ്ലിൻസ്. സോ ഇതിൽ മെയിനായിട്ട് പറയുന്നത് ടെക്സ്റ്റൈൽ ട്രേഡിൽ ഉണ്ടാകുന്ന കോട്ടാസ് അതേപോലെ തന്നെയുള്ള റെസ്ട്രിക്ഷൻസിനെ ഗ്രാജുവലി എഗ്രിമെന്റ് ഓൺ ടെക്സ്റ്റൈൽസ് ആൻഡ് ക്ലോത്തിങ് എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ടെക്സ്റ്റൈലിന്റെ ട്രേഡിൽ നോർമലായിട്ട് ടാരിഫ് എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. നമ്മൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ടെക്സ്റ്റൈൽസിന് ഫ്രീയും അതേപോലെ തന്നെ ഒരു ഓപ്പൺ ട്രേഡാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? അതാണ് ഇതിന്റെ മെയിൻ കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. സോ നമ്മളിത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. 2 കൺട്രീസ് ഉണ്ട്, കൺട്രി എ അതേപോലെ തന്നെ കൺട്രി ബി. ഓക്കെ അല്ലേ? കൺട്രി ബി എന്ത് ചെയ്യുന്നു, കൺട്രി എക്ക് കോട്ടൺ ഷർട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. കൺട്രി എ ആണ് ഇമ്പോർട്ടിംഗ് കൺട്രി, കൺട്രി ബിയിലിരുന്ന് കോട്ടൺ ഷർട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന മെയിൻ റെസ്ട്രിക്ഷൻസ് എന്താണ്, കോട്ട റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 1 lakh യൂണിറ്റ്സ് പെർ ഇയർ ആണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 1 lakh യൂണിറ്റ്സ് പെർ ഇയർ കോട്ടൺ ഷർട്ടാണ് കൺട്രി എക്ക് പെർ ഇയർ ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. എഗ്രിമെന്റ് ഓൺ ടെക്സ്റ്റൈൽസ് ആൻഡ് ക്ലോത്തിങ് വന്നതിന് ശേഷം ആ കോട്ട റെസ്ട്രിക്ഷൻസ് എന്ത് സംഭവിച്ചു, ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തു. അടുത്ത് പറയുന്ന എഗ്രിമെന്റ് ആണ് എഗ്രിമെന്റ് ഓൺ technical barriers to trade. It aims to prevent the standards and conformity assessment system from becoming unnecessary trade barriers by securing their transparency and harmonization with the international standards. Often excessive standards or misuse of standards in respect of the manufactured goods and safety environment regulations act as trade barriers. ഇതിൽ മെയിനായിട്ട് പറയുന്നതാണ് ടെക്നിക്കൽ ബാരിയേഴ്സ് ടു ട്രേഡ്. നമ്മളിത് ഓൾറെഡി നോക്കിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ടെക്നിക്കൽ ബാരിയേഴ്സ് ടു ട്രേഡ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു പ്രോഡക്റ്റ് അതിന്റെ സ്റ്റാൻഡേർഡ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യണം. അതാണ് ടെക്നിക്കൽ ബാരിയേഴ്സ് ടു ട്രേഡിൽ മെയിനായിട്ട് പറയുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്, അൺനെസസറി ആയിട്ടുള്ള ടെക്നിക്കൽ ബാരിയേഴ്സിനെ റെഡ്യൂസ് ചെയ്യണം. അതാണ് എഗ്രിമെന്റ് ഓൺ ടെക്നിക്കൽ ബാരിയേഴ്സ് ടു ട്രേഡിൽ പറയുന്നത്. അതേപോലെ തന്നെ കൺട്രീസ് തമ്മിലുള്ള കോഓർഡിനേഷനെ എൻകറേജ് ചെയ്യണം. ഇവിടെ മെയിനായിട്ട് പറയുന്ന ഒരു ടേം ആണ് ട്രാൻസ്പെറൻസി. ട്രാൻസ്പെറൻസി എന്ന് വെച്ചാൽ എന്താണ്, ഒരു കൺട്രിയിലുള്ള ടെക്നിക്കൽ റെഗുലേഷൻസിനെ ആ കൺട്രി പബ്ലിക്കലി അവൈലബിൾ ആക്കണം. അതേപോലെ പറയുന്നതാണ് ഹാർമണൈസേഷൻ. ഹാർമണൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു കൺട്രി അവരുടെ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേഷൻസ് സിമിലർ ആയിട്ടുള്ളത് എന്ത് ചെയ്യണം, എല്ലാ കൺട്രീസിനും എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. അതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് പബ്ലിക്കലി അവൈലബിൾ ആക്കേണ്ടത്, ഇത് പബ്ലിക്കലി അവൈലബിൾ ആക്കുമ്പോൾ എക്സ്പോർട്ടേഴ്സിന് ടെക്നിക്കൽ റിക്വയർമെന്റ്സ് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. സോ ആ ടെക്നിക്കൽ റിക്വയർമെന്റ്സ് എക്സ്പോർട്ടേഴ്സ് എന്ത് ചെയ്യും, ഫുൾഫിൽ ചെയ്യും. അതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ ആണോ? നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ കൺട്രി എ എന്ത് ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റ് കൺട്രി ബിക്ക് എന്ത് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു. എക്സ് എന്നൊരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നു. ഈ സിറ്റുവേഷനിൽ കൺട്രി ബി ആ പ്രോഡക്റ്റിന്റെ റിക്വയർമെന്റ്സ് പബ്ലിക്കലി അവൈലബിൾ ആക്കുവാണെങ്കിൽ, ട്രാൻസ്പെറൻസി പബ്ലിക്കലി അവൈലബിൾ ആക്കുവാണെങ്കിൽ കൺട്രി എക്ക് അതിന്റെ റിക്വയർമെന്റ്സ് മനസ്സിലാകും. സോ അങ്ങനെയുള്ള പ്രോഡക്റ്റ് ആയിരിക്കും എക്സ്പോർട്ട് ചെയ്യുന്നത്. സോ അവിടെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യില്ല. അത് കൺട്രീസ് തമ്മിലുള്ള കോഓർഡിനേഷൻ എന്ത് ചെയ്യും, എൻകറേജ് ചെയ്യും. ഇതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത എഗ്രിമെന്റ് നോക്കാം. അടുത്ത് പറഞ്ഞേക്കുന്നതാണ് എഗ്രിമെന്റ് ഓൺ ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ്. സോ ഇതിന്റെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. Trade related investment measures. It explains disciplines governing investment measures in relation to cross-border investment. It stipulates that countries receiving foreign investment shall not impose investment measures such as requirements, conditions and restrictions inconsistent with the provision of the principle of national treatment and general elimination of quantitative restrictions. For example, measures such as local content requirements and trade balancing requirements should not be applied on investing corporations. സോ ഈ എഗ്രിമെന്റിൽ മെയിനായിട്ട് എന്താണ് പറയുന്നത്, ട്രേഡ് ചെയ്യുന്ന ഗുഡ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇവിടെ ക്രോസ് ബോർഡർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്, ക്യാപിറ്റൽ അതേപോലെ തന്നെ ടെക്നോളജിയൊക്കെ നാഷണൽ ബോർഡേഴ്സിന് എക്രോസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ക്രോസ് ബോർഡർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതേപോലെ പറയുന്ന ഒരു പോയിന്റ് ആണ് ഇറ്റ് സ്റ്റിപ്പുലേറ്റ്സ് ദാറ്റ് കൺട്രി റിസീവിംഗ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നോട്ട് ഇമ്പോസ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ് സച്ച് ആസ് റിക്വയർമെന്റ്, condition, restriction inconsistent with the provision of the principle of national treatment
സോ ഇവിടെ മെയിനായിട്ട് എന്താ പറയുന്നത്, ഗവൺമെന്റ് ഫോറിൻ കമ്പനീനെ കമ്പൽ ചെയ്യാൻ പാടില്ല. എന്തിനാണ് കമ്പൽ ചെയ്യാൻ പാടില്ലാത്തത്? ലോക്കൽ സപ്ലയേഴ്സിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും. ഇവിടെ എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട് ട്രേഡ് ബാലൻസിങ്, ഇമ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ്പോർട്ടും അവർ പ്രൊവൈഡ് ചെയ്യണം. ഇങ്ങനെയൊന്നും ഗവൺമെന്റ് ഫോറിൻ കമ്പനീനെ കമ്പൽ ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. നമ്മളിത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം, ഫോറിൻ കമ്പനീസിന് ഒരു ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം, അവരുടെ എക്സ്പോർട്ടിംഗ് ഡിസിഷനിൽ ഒരു ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം. അതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ സാംസങ് അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സ് US എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതാണ് എഗ്രിമെന്റ് ഓൺ ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അടുത്ത് പറയുന്ന എഗ്രിമെന്റ് ആണ് ആന്റി ഡംപിംഗ് എഗ്രിമെന്റ്സ്. ഇറ്റ് സീക്സ് ടു ടൈറ്റൻ ആൻഡ് കോഡിഫൈ ഡിസിപ്ലിൻസ് ഫോർ കാൽക്കുലേറ്റിംഗ് ഡംപിംഗ് മാർജിൻസ് ആൻഡ് കണ്ടക്ടിംഗ് ഡംപിംഗ് ഇൻവെസ്റ്റിഗേഷൻ എക്സെട്ര in order to prevent anti-dumping measures from being abused or misused to protect the domestic industries. ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടീസ് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അതായത് ഡംപിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു കൺട്രി വേറൊരു കൺട്രിക്ക് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നു, ആ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് ഭയങ്കര കുറവായിട്ടായിരിക്കും ചാർജ് ചെയ്യുന്നത്. ഇങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടിംഗ് കൺട്രിയുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. ഇമ്പോർട്ടിംഗ് കൺട്രി അവരുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് തന്നെ ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടീസ് ചാർജ് ചെയ്യും. അതാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ അഡീഷണൽ ആയിട്ട് പറയുന്ന പോയിന്റ് എന്താണ്, അബ്യൂസ്ഡ് ഓർ മിസ്യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. ആന്റി ഡംപിംഗ് മെഷേഴ്സ് മിസ്യൂസ് ചെയ്യുന്നതിലിരുന്ന് പ്രിവെന്റ് ചെയ്യുക. അതാണ് ഇവിടെ അഡീഷണൽ പോയിന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ ആണോ? അടുത്ത് പറയുന്ന എഗ്രിമെന്റ് ആണ് കസ്റ്റം വാല്യുവേഷൻ എഗ്രിമെന്റ്. ഇറ്റ് സ്പെസിഫൈ റൂൾസ് ഫോർ മോർ കൺസിസ്റ്റന്റ് ആൻഡ് റിലയബിൾ കസ്റ്റം വാല്യുവേഷൻ ആൻഡ് എയിംസ് ടു ഹാർമണൈസ് കസ്റ്റം വാല്യുവേഷൻ സിസ്റ്റം ഓൺ ആൻ ഇന്റർനാഷണൽ ബേസിസ് ബൈ എലിമിനേറ്റിംഗ് ആർബിട്രറി വാല്യുവേഷൻ സിസ്റ്റം. സോ ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് റൂൾസ് സെറ്റ് ചെയ്യണം. അതേപോലെ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് റൂൾസ് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, അതേപോലെ എന്തായിരിക്കണം, റിലയബിൾ ആയിരിക്കണം. സോ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ അതേപോലെ പറയുന്ന ഒരു പോയിന്റ് എന്താണ്, അൺഫെയർ ആയിട്ടുള്ള വാല്യുവേഷനെ എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ ആണോ? അതാണ് കസ്റ്റം വാല്യുവേഷൻ എഗ്രിമെന്റിൽ മെയിനായിട്ട് പറയുന്നത്. അടുത്ത് പറയുന്ന എഗ്രിമെന്റ് ആണ് എഗ്രിമെന്റ് ഓൺ പ്രീ ഷിപ്മെന്റ് ഇൻസ്പെക്ഷൻ. It intends to secure transparency of pre-shipment inspection, wherein a company designated by the importing country conducts inspection of the quality, volume, price, tariff classification, custom valuation, etc. of merchandise in the territory of the exporting country on behalf of the importing country's custom office and issue certificates. The agreement also provides for a mechanism for the solution of disputes between the PSI agency and exporters. സോ ഇതിലെന്താണ് മെയിനായിട്ട് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ ആണോ? ഫോർ എക്സാമ്പിൾ, ഇന്ത്യ US എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റൈൽസ് എക്സ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇന്ത്യ US ആ ടെക്സ്റ്റൈല് ഷിപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ US എന്ത് ചെയ്യുന്നു, US ഒരു കമ്പനീനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, ഇന്ത്യൻ കമ്പനി മാനുഫാക്ചർ ചെയ്ത ടെക്സ്റ്റൈൽസിൻ്റെ ക്വാളിറ്റി, അതേപോലെ അതിൻ്റെ ക്വാണ്ടിറ്റി, ടാരിഫിൻ്റെ ക്ലാസിഫിക്കേഷൻ, കസ്റ്റം വാല്യുവേഷൻ ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് തന്നെ US ഒരു കമ്പനീനെ അപ്പോയിന്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? സോ ആ കമ്പനി ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. കൺഫേമിംഗ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് US ഈ ഷിപ്മെന്റ് പ്രോസസ്സ് ക്വിക്കായിട്ടും അതേപോലെ തന്നെ അക്യുറേറ്റ് ആയിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഇതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്നത്, intend to secure the transparency of pre-shipment inspection. നമ്മളിപ്പോൾ നോക്കിയ പോലെ തന്നെ US എന്ത് ചെയ്യുന്നു, US ഒരു കമ്പനീനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നു. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, കമ്പനി ഡെസിഗ്നേറ്റഡ് ബൈ ആൻ ഇമ്പോർട്ടിംഗ് കൺട്രി. എന്തിനു വേണ്ടിയിട്ടാണ്, കണ്ടക്ട് ദ ഇൻസ്പെക്ഷൻ ഓഫ് ക്വാളിറ്റി, വോളിയം, പ്രൈസ്, ടാരിഫ് ക്ലാസിഫിക്കേഷൻ, കസ്റ്റം വാല്യുവേഷൻ. നമ്മളിപ്പോൾ നോക്കിയ പോലെ തന്നെ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് US ഒരു കമ്പനിനെ അപ്പോയിന്റ് ചെയ്തു അല്ലെങ്കിൽ ഡെസിഗ്നേറ്റ് ചെയ്തു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. The agreement also provide for mechanism for the solution of disputes between the PSI agency and the exporters. സോ ഇതിലെന്താ മെയിൻ ആയിട്ട് പറയുന്നത്, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷന് വേണ്ടിയുള്ള ഒരു മെക്കാനിസം കൂടി ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ ആണോ? അടുത്ത് പറയുന്ന എഗ്രിമെന്റ് ആണ് എഗ്രിമെന്റ് ഓൺ റൂൾസ് ഓഫ് ഒറിജിൻ. It provides for the harmonization of rules of origin for application to all non-preferential commercial policy instruments. It also provides for disputes settlement procedures and create the rule of origin committee.
സോ ഇതിൽ മെയിനായിട്ട് എന്താണ് പറയുന്നത്, നമ്മളിത് ഓൾറെഡി നോക്കിയിട്ടുള്ള കൺസെപ്റ്റ് ആണ് റൂൾസ് ഓഫ് ഒറിജിൻ. സോ ഇതിൽ മെയിനായിട്ട് എന്താണ് പറയുന്നത്, ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ഒറിജിൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടുള്ള റൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇത് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് ഒരു ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ ഒറിജിൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? അങ്ങനെ ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ ഒറിജിൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് വഴി അതിന്റെ ടാരിഫ് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അക്യുറേറ്റ് ടാരിഫ് നമുക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റും. അടുത്ത് പറയുന്ന എഗ്രിമെന്റ് ആണ് എഗ്രിമെന്റ് ഓൺ ഇമ്പോർട്ട് licensing procedures. It relate to the simplification of administrative procedures and ensure their fair operation so that import licensing procedures of different countries may not act as a trade barriers. ഇതിലെന്താ മെയിനായിട്ട് പറയുന്നത്, അതായത് ഇമ്പോർട്ട് ലൈസൻസിങ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈസൻസിങ് റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കും. സോ ആ ലൈസൻസിങ് റിക്വയർമെന്റ്സിനെ നമ്മൾ ഈസി ആക്കണം അല്ലെങ്കിൽ സിമ്പിൾ ആക്കണം. അതേപോലെ തന്നെ ഫെയർ ഓപ്പറേഷൻസ് നമ്മൾ എൻഷുർ ചെയ്യണം. അതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ ആണോ? അതേപോലെ പറഞ്ഞേക്കുന്ന പോയിന്റ് ആണ് ഇമ്പോർട്ട് ലൈസൻസിങ് പ്രൊസീജിയേഴ്സ് ഓഫ് ഡിഫറെന്റ് കൺട്രീസ് മേ നോട്ട് ആക്ട് ആസ് എ ട്രേഡ് ബാരിയേഴ്സ്. സോ ഇതിലെന്താ മെയിനായിട്ട് പറയുന്നത്, നമുക്കറിയാം യൂഷ്വലി ഇമ്പോർട്ട് ലൈസൻസിങ് റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കുമ്പോൾ അതിന് ഡിലേസ് ഉണ്ടാകാം. അതേപോലെ തന്നെ എന്താണ്, കോസ്റ്റിന്റെ ഇൻക്രീസ് ഉണ്ടാകാം. ഈ സിറ്റുവേഷൻ ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യണം. അതാണ് എഗ്രിമെന്റ് ഓൺ ഇമ്പോർട്ട് ലൈസൻസിങ് പ്രൊസീജിയേഴ്സിൽ മെയിനായിട്ട് പറയുന്ന പോയിന്റ്. ഓക്കെ അല്ലേ? അടുത്ത് പറയുന്നതാണ് എഗ്രിമെന്റ് ഓൺ സബ്സിഡീസ് ആൻഡ് കൗണ്ടർ വെയിലിംഗ് മെഷേഴ്സ്. It aims to clarify definition of subsidies, strengthen disciplines by subsidy type, and to strengthen and clarify procedures for adopting countervailing tariffs. ഇതിൽ മെയിനായിട്ട് കൗണ്ടർ വെയിലിംഗ് മെഷേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതായിരുന്നു. സോ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ജസ്റ്റ് ഷോർട്ട് ആയിട്ട് നോക്കാം. രണ്ട് കൺട്രി ഉണ്ട്, എക്സ്പോർട്ടിംഗ് കൺട്രി അതേപോലെ തന്നെ ഇമ്പോർട്ടിംഗ് കൺട്രി. ഈ സിറ്റുവേഷനിൽ എക്സ്പോർട്ടിംഗ് കൺട്രിയുടെ ഗവൺമെന്റ് അവർക്ക് അൺഫെയർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇമ്പോർട്ടിംഗ് കൺട്രീനെ സംബന്ധിച്ച് അത് അവരുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. അത് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ് ഇമ്പോർട്ടിംഗ് കൺട്രീസ് എക്സ്പോർട്ടിംഗ് കൺട്രിയുടെ പ്രോഡക്റ്റിൽ ചാർജ് ചെയ്തത്. ഓക്കെ ആണോ? ഇത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇതാണ് മെയിൻ കൺസെപ്റ്റ് ആയിട്ട് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസിൽ നമ്മൾ നോക്കിയത്. സോ ഇവിടെ എഗ്രിമെന്റ് ഓൺ സബ്സിഡീസ് ആൻഡ് കൗണ്ടർ വെയിലിംഗ് മെഷേഴ്സിൽ എന്താണ് പറയുന്നത്, ഇറ്റ് എയിംസ് ടു ക്ലാരിഫൈ ദ ഡെഫിനിഷൻ ഓഫ് സബ്സിഡീസ്. സബ്സിഡീസിനെ ക്ലിയർ ആയിട്ട് അതേപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? അതിലുള്ള കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണോ? സ്ട്രെങ്തൻ ഡിസിപ്ലിൻസ് ബൈ സബ്സിഡി ടൈപ്പ് ആൻഡ് ടു സ്ട്രെങ്തൻ ആൻഡ് ക്ലാരിഫൈ ദ പ്രൊസീജിയേഴ്സ് ഫോർ അഡോപ്റ്റിംഗ് ദ കൗണ്ടർ വെയിലിംഗ് ടാരിഫ്. സോ ഇതിന് മെയിനായിട്ട് പറയുന്നത് ഹാംഫുൾ ആയിട്ടുള്ള സബ്സിഡീസിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ റൂൾസിനെ സ്ട്രെങ്തൻ ചെയ്യണം. പിന്നെ മെയിനായിട്ട് പറയുന്ന പോയിന്റ് ഇമ്പോസ് ചെയ്യുന്ന ടാരിഫ് ഫെയർ ആയിട്ട് അതേപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ടും ഉണ്ടോ എന്നും കൂടെ എൻഷുർ ചെയ്യണം. അതാണ് എഗ്രിമെന്റ് ഓൺ സബ്സിഡീസ് ആൻഡ് കൗണ്ടർ വെയിലിംഗ് മെഷേഴ്സിൽ മെയിനായിട്ട് പറയുന്ന പോയിന്റ്സ്. അടുത്ത് പറയുന്ന എഗ്രിമെന്റ് ആണ് എഗ്രിമെന്റ് ഓൺ സേഫ് ഗാർഡ്സ്. ഇറ്റ് ക്ലാരിഫൈ ഡിസിപ്ലിൻസ് ഫോർ റിക്വയർമെന്റ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ ഇമ്പോസിംഗ് സേഫ് ഗാർഡ്സ് ആൻഡ് റിലേറ്റഡ് മെഷേഴ്സ് which are emergency measures to restrict imports in the event of a sudden surge in imports. സോ ഇതിൽ മെയിനായിട്ട് എന്താണ് പറയുന്നത്, ഇത് നമ്മൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ടെമ്പററി ആയിട്ട് ഇമ്പോർട്ട്സിനെ റെസ്ട്രിക്ട് ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത് എമർജൻസി മെഷേഴ്സ് ടു റെസ്ട്രിക്ട് ദ ഇമ്പോർട്ട്സ് ഇൻ ദ ഈവന്റ് ഓഫ് എ സഡൻ സർജ്. നമ്മൾ ടെമ്പററി ആയിട്ട് ഇമ്പോർട്ട്സിനെ റെസ്ട്രിക്ട് ചെയ്യണം. എപ്പോഴാണ് റെസ്ട്രിക്ട് ചെയ്യേണ്ടത്? ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ ഹാം ചെയ്യുന്ന സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഇമ്പോർട്ട്സിനെ ടെമ്പററി ആയിട്ട് റെസ്ട്രിക്ട് ചെയ്യണം. ഓക്കെ ആണോ? അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. അടുത്ത് പറയുന്ന എഗ്രിമെന്റ് ആണ് ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസ് ഗാർഡ്സ്. നമ്മളിത് ഓൾറെഡി നോക്കിയിട്ടുള്ളതാണ്. ഇതിലെന്താ പറയുന്നത്, ദിസ് എഗ്രിമെന്റ് പ്രൊവൈഡ്സ് ദ ജനറൽ ഒബ്ലിഗേഷൻ റിഗാർഡിംഗ് ട്രേഡ് ഇൻ സർവീസ് സച്ച് ആസ് മോസ്റ്റ് ഫേവർഡ് നേഷൻ ട്രീറ്റ്മെന്റ് ആൻഡ് ട്രാൻസ്പെറൻസി. Member country cannot maintain or introduce market access restriction measures and discriminatory measures that are severe than those that were committed during the negotiations. ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്, ജനറൽ ഒബ്ലിഗേഷൻ റിഗാർഡിംഗ് ട്രേഡ് ഇൻ സർവീസ് സച്ച് ആസ് MFN ആൻഡ് ട്രാൻസ്പെറൻസി. സോ മെയിനായിട്ട് പറയുവാണെങ്കിൽ ഫെയർ ആയിട്ടും അതേപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ട്രേഡ് ഇൻ സർവീസസ് പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ ആണോ? അതേപോലെ പറഞ്ഞേക്കുന്ന ഒരു പോയിന്റ് ആണ് മെമ്പർ കൺട്രി കനോട്ട് മെയിൻറ്റെയിൻ ഓർ ഇൻട്രൊഡ്യൂസ് മാർക്കറ്റ് ആക്സസ് റെസ്ട്രിക്ഷൻ മെഷേഴ്സ്. സോ ഇതിൽ മെയിനായിട്ട് പറയുന്നത് പുതിയതായിട്ട് മാർക്കറ്റ് ആക്സസ് റെസ്ട്രിക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അതേപോലെയോ ഡിസ്ക്രിമിനേറ്ററി മെഷേഴ്സിൽ എന്താ പറയുന്നത്, പുതിയതായിട്ട് റെസ്ട്രിക്റ്റീവ് മെഷേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല, ഇമ്പോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ ആണോ?
അടുത്ത് പറയുന്ന എഗ്രിമെൻ്റ് ആണ് എഗ്രിമെൻ്റ് ഓൺ ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, ട്രിപ്സ്. സോ ഇതിൻ്റെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. This agreement stipulates most favored nation treatment and national treatment for intellectual properties such as copyright, trademarks, geographical indication, industrial design, patents, IC layout designs, and undisclosed information. It requires member country to maintain high level of intellectual property protection and to administer a system of enforcement of such rights. It also stipulates procedures for settlement of disputes related to the agreement. ഇതിൽ മെയിനായിട്ട് പറയുന്നതാണ് മോസ്റ്റ് ഫേവേർഡ് നേഷൻ ട്രീറ്റ്മെൻറ്റ്, അതേപോലെ തന്നെ നാഷണൽ ട്രീറ്റ്മെൻറ്റ്. നമ്മളിത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ രണ്ട് കൺട്രീസ് തമ്മിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. നാഷണൽ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഡൊമസ്റ്റിക് കൺട്രി എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഫോറിൻ കൺട്രീസിനും അത് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ ആണോ? അതേപോലെ പറയുന്ന പോയിന്റാണ് മെയിൻറ്റെയിൻ ഹൈ ലെവൽ ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് റിലേറ്റഡ് ടു ദ എഗ്രിമെൻറ്റ്. സോ ഇവിടെ പറയുന്നത് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷനെ കുറിച്ചാണ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സിനെ റിസോൾവ് ചെയ്യുന്നു. ഓക്കെ ആണോ? അതാണ് ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ അല്ലേ? അപ്പം രണ്ട് കൺട്രീസ് ഉണ്ട്, കൺട്രി എ അതേപോലെ തന്നെ കൺട്രി ബി. ഈ സിറ്റുവേഷനിൽ കൺട്രി എയിൽ ഒരു പ്രോഡക്റ്റ് ഇൻവെൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിനുള്ള പേറ്റൻറ്റിൻ്റെ ടൈം പീരീഡ് എത്രയാണ്? ഫോർ എക്സാമ്പിൾ 20 years ആണ്. ഓക്കെ ആണോ? അതായത് കൺട്രി എയിൽ ഒരു പ്രോഡക്റ്റ് ഇൻവെൻറ്റ് ചെയ്തു. ആ ഇൻവെൻറ്റ് ചെയ്ത പ്രോഡക്റ്റിന് പേറ്റൻറ്റ് റൈറ്റ് എടുക്കുവാണെങ്കിൽ അതിന് ടൈം പീരീഡ് 20 years ആണ്. ഓക്കെ. സപ്പോസ് കൺട്രി ബി എന്ത് ചെയ്തു? കൺട്രി ബി ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? കൺട്രി ബി പേറ്റൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിന് വേണ്ടി കൺട്രി എയിൽ അപ്ലൈ ചെയ്യുവാണ്. സോ കൺട്രി എയിൽ പേറ്റന്റ് എടുക്കുവാണെങ്കിൽ 20 years ആണ് ടൈം പീരീഡ് ഉള്ളത്. ആ സെയിം ടൈം പീരീഡ് വേണം കൺട്രി എ എന്ത് ചെയ്യാനായിട്ട്? കൺട്രി ബിക്ക് കൊടുക്കാനായിട്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനെ കൺട്രീസ് ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം, ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഓക്കെ ആണോ? ഇത് ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത് പറയുന്നതാണ് ട്രേഡ് പോളിസി റിവ്യൂ മെക്കാനിസം, TPRM. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ട്രേഡ് പോളിസി റിവ്യൂ മെക്കാനിസം. ഇറ്റ് പ്രൊവൈഡ്സ് ദ procedure for the trade policy review mechanism to conduct periodical review of members trade policy and practices conducted by the trade policy review body, TPRB, trade policy review body. സോ ഇതിലെന്താ മെയിനായിട്ട് പറയുന്നത്? പ്രൊസീജിയർ ഫോർ ദ ട്രേഡ് പോളിസി റിവ്യൂ മെക്കാനിസം കണ്ടക്ട് പീരിയോഡിക്കൽ റിവ്യൂസ്. സോ മെയിനായിട്ട് പറയുവാണെങ്കിൽ മെമ്പർ കൺട്രീസിൻ്റെ ട്രേഡ് പോളിസീസും അതേപോലെ തന്നെ പ്രാക്ടീസസിനെയും റിവ്യൂ ചെയ്യുന്നു. അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. അതേപോലെ തന്നെ ട്രേഡ് പോളിസിനെ കുറിച്ചുള്ള പീരിയോഡിക്കൽ റിവ്യൂസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ ആണോ? അതാണ് ട്രേഡ് പോളിസി റിവ്യൂ മെക്കാനിസത്തിൽ മെയിനായിട്ട് പറയുന്നത്. അടുത്ത് പറയുന്നതാണ് പ്ലൂറിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ്സ്. മൾട്ടിലാറ്ററൽ നെഗോഷിയേഷൻസ് ആർ ദോസ് നെഗോഷിയേഷൻസ് ഇൻവോൾവിംഗ് ദ എൻറ്റയർ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കോൺട്രാക്ടിംഗ് പാർട്ടീസ്. ദ പ്ലൂറിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ്സ് ഇൻവോൾവ് സെവറൽ കൺട്രീസ് വിത്ത് എ കോമൺ ഇൻട്രസ്റ്റ് ബട്ട് ഡു നോട്ട് ഇൻവോൾവ് ഓൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കൺട്രീസ്. Not all the plurilateral agreements are negotiated within the World Trade Organization framework. ഇതിൽ മെയിനായിട്ട് എന്താ പറയുന്നത്? ഫസ്റ്റ് തന്നെ മൾട്ടിലാറ്ററൽ നെഗോഷിയേഷൻസും അതേപോലെ തന്നെ പ്ലൂറിലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. മൾട്ടിലാറ്ററൽ നെഗോഷിയേഷൻസിൽ എല്ലാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെയും കോൺട്രാക്ടിംഗ് പാർട്ടീസ് ഉണ്ടായിരിക്കും. പക്ഷേ പ്ലൂറിലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ്സ് എന്ന് വെച്ചാൽ എങ്ങനെയാണ്? അതിൽ എല്ലാ കൺട്രീസും ഇൻവോൾവ് ആയിരിക്കില്ല. അതായത് എല്ലാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ കൺട്രീസും ഇൻവോൾവ് ആയിരിക്കില്ല, സെവറൽ കൺട്രീസ് മാത്രമാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. നമ്മൾ ഷോർട്ടായിട്ട് പറയുവാണെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ മെമ്പർ കൺട്രീസിൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ടാണ് പ്ലൂറിലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റിനെ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ എഗ്രിമെൻറ്റ്സിൽ മെയിനായിട്ട് പറയുന്ന 16 എഗ്രിമെൻറ്റ്സ്. സോ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത പോർഷനിലേക്ക് പോകാം. അടുത്ത് പറയുന്ന ടോപ്പിക്കാണ് ദ ദോഹ റൗണ്ട്. The Doha Round, formally the Doha Development Agenda, which is the 9th round since the Second World War, was officially launched at World Trade Organization 4th Ministerial Conference in Doha, Qatar in November 2001. The round seeks to accomplish major modification of international trading system through lower trade barriers and revised trade rules.
The negotiation include 20 areas of trade, including agriculture, service trade, market access for non-agricultural product, trade in service, trade facilitation, environment, geographical indication, and certain intellectual property issues. The most controversial topic in Doha agenda was agriculture trade. ഇതിലെന്താണ് മെയിനായിട്ട് പറയുന്നത്? ദോഹ ഡെവലപ്മെൻറ്റ് അജണ്ട. നമ്മളിത് ഷോർട്ടായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഉറുഗ്വേ റൗണ്ട് ഓൾറെഡി നോക്കിയിട്ടുള്ള കൺസെപ്റ്റാണ്. ഉറുഗ്വേ റൗണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഉറുഗ്വേ റൗണ്ടിൽ ചില ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നു. എന്ത് തരത്തിലുള്ള ഇഷ്യൂസാണ്? മെയിനായിട്ട് പറയുവാണെങ്കിൽ അഗ്രികൾച്ചറൽ സർവീസ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയിലൊക്കെ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നു. അതേപോലെ തന്നെ ട്രേഡ് എക്സ്പാൻഷൻ, ഡെവലപ്പിംഗ് കൺട്രീസിലുണ്ടാകുന്ന പ്രോബ്ലംസ്. സോ ഇതിനെ ഓവർകം ചെയ്യാനായിട്ടും ഈ ഇഷ്യൂവിനെ ടാക്കിൾ ചെയ്യാനായിട്ടാണ് ദോഹ റൗണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ ആണോ? അപ്പോൾ ഇതിലെന്താ പറഞ്ഞേക്കുന്നത്? ദോഹ ഡെവലപ്മെൻറ്റ് അജണ്ട 9th റൗണ്ട്. സോ ഇത് നോട്ട് ചെയ്ത് വെക്കുക, 9th റൗണ്ടാണ്. അതേപോലെ പറഞ്ഞേക്കുന്ന ഇതിൻ്റെ പ്ലേസും അതേപോലെ തന്നെ ഡേറ്റും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ 4th മിനിസ്ട്രിയൽ കോൺഫറൻസ്, ദോഹ, ഖത്തർ, അതേപോലെ തന്നെ November 2001. ഓക്കെ ആണോ? ദ റൗണ്ട് സീക്സ് ടു അക്കംപ്ലിഷ് മേജർ മോഡിഫിക്കേഷൻ ഓഫ് ദ ഇൻ്റർനാഷണൽ ട്രേഡിംഗ് സിസ്റ്റം ത്രൂ ലോവർ ട്രേഡ് ബാരിയേഴ്സ്. സോ ട്രേഡ് ബാരിയേഴ്സിന് എന്ത് ചെയ്യുക? ലോവർ ചെയ്യുക, അല്ലെങ്കിൽ ട്രേഡ് ബാരിയേഴ്സിന് എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. അതേപോലെ പറയുന്നതാണ് റിവൈസ്ഡ് ട്രേഡ് റൂൾസ്. ട്രേഡ് റൂൾസിനെ റിവൈസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡിനെ ഗവൺ ചെയ്യുന്ന റൂൾസിനെ ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്യുക. അതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. എന്തുകൊണ്ടാണ് റൂൾസിനെ ഇംപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? ഫെയർ ട്രേഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണോ? അടുത്ത് പറയുന്നതാണ് ദീസ് നെഗോഷിയേഷൻ ഇൻക്ലൂഡ് 20 ഏരിയാസ് ഓഫ് ട്രേഡ്. ഇത് വൈഡ് റേഞ്ച് ഓഫ് ട്രേഡ് ഏരിയസിനെ ഇത് കവർ ചെയ്യുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഇൻക്ലൂഡിങ് അഗ്രികൾച്ചറൽ, സർവീസ്, മാർക്കറ്റ് ആക്സസ്, അതേപോലെ ട്രേഡ് ഇൻ സർവീസ്, ട്രേഡ് ഫെസിലിറ്റേഷൻ. സോ ഇങ്ങനെ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് പറയുന്ന പോയിന്റാണ് ദ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ഇൻ ദോഹ അജണ്ട വാസ് അഗ്രികൾച്ചറൽ ട്രേഡ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോട്ട് ചെയ്ത് വെക്കുക. ദോഹ അജണ്ടയിൽ മെയിനായിട്ട് പറയുന്ന ഒരു ടോപ്പിക്കാണ് അഗ്രികൾച്ചറൽ ട്രേഡ്. ഓക്കെ അല്ലേ? അടുത്ത് പറയുന്ന ടോപ്പിക്കാണ് G20 എക്കോണമീസ് ഫെസിലിറ്റേറ്റിംഗ് ട്രേഡ്. G20 എന്ന് മെയിനായിട്ട് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് 20 ആണ്. സോ നമ്മൾ എന്താ നോക്കാം. While some trade restrictive measures have been lifted by G20 countries, the report indicates that the trend has been going in the wrong direction. G20 economies must build on their collective pledges from the 12th Ministerial Conference and demonstrate leadership to keep market open and predictable, so that food and fertilizer in particular can flow to where they are needed, said World Trade Organization Director General Ngozi Okonjo-Iweala, who will be attending the G20 Leaders Summit in Bali, Indonesia 15-16 November. ഇതിലെന്താ മെയിനായിട്ട് പറയുന്നത്? G20 എക്കോണമീസിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. നമ്മളപ്പോൾ ജസ്റ്റ് ഷോർട്ടായിട്ട് നോക്കാം. എന്താണ് G20 എക്കോണമീസ്? ഗ്രൂപ്പ് ഓഫ് 20 കൺട്രീസ് ആണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ഇതിൻ്റെ മെയിൻ എയിം എന്താണ്? ഗ്ലോബൽ എക്കണോമിക് സ്റ്റെബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ മെയിൻ എയിം ആയിട്ട് പറയുന്നത്. നമ്മൾ ദോഹ റൗണ്ട് ഇപ്പോൾ നോക്കിയതാണ്. ദോഹ റൗണ്ട് എന്താണ്? 9th റൗണ്ടാണ്. സോ അത് മെയിനായിട്ട് എന്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ദോഹ റൗണ്ട് ഓരോ ട്രേഡിൻ്റെയും സ്പെസിഫിക് ഇഷ്യൂവിലാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രേഡ് ബാരിയേഴ്സിനെ റെഡ്യൂസ് ചെയ്യുന്നതിലും മാർക്കറ്റ് ആക്സസ് ഇംപ്രൂവ് ചെയ്യുന്നതിലുമാണ് ദോഹ റൗണ്ട് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ G20 എക്കോണമീസ് എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? ഓവറോൾ ഗ്ലോബൽ എക്കോണമിയിലാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അതേപോലെ ഇവിടെ എന്താ പറയുന്നത്? ഫുഡ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. സോ ഇതിൽ മെയിനായിട്ട് പറയുന്നത് G20 എക്കോണമീസ് മെയിനായിട്ട് ഫുഡ് സെക്യൂരിറ്റി, അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യണം? ഗ്ലോബലായിട്ട് പ്രൊമോട്ട് ചെയ്യണം. G20 എക്കോണമീസ് നമ്മൾ ഷോർട്ടായിട്ട് പറയുവാണെങ്കിൽ എന്താണ്? ഗ്രൂപ്പ് ഓഫ് 20 കൺട്രീസ് ആണ്. സോ ഈ കൺട്രീസ് ഇന്റർനാഷണൽ എക്കണോമിക് ഇഷ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ ആണോ? അടുത്തെന്താ പറഞ്ഞേക്കുന്നത്? ദ റിപ്പോർട്ട് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് സപ്ലൈ ചെയിൻസ് ഓൺ ദ ഹോൾ ഹാവ് ദസ് far proved to be resilient despite the war in Ukraine, continuing impact of COVID-19 pandemic, the highest inflation many countries have experienced in decades, and the impact of monetary tightening by central banks seeking to limit price increase. That said, specific industries and regions have been differently impacted. ഇതിലെന്താ മെയിനായിട്ട് പറയുന്നത്? ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഫേസ് ചെയ്ത ചാലഞ്ചസ് ആണ് പറയുന്നത്. വാർ ഇൻ യുക്രൈൻ, COVID-19 പാൻഡമിക്, അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ, സോ ഓൺ. സോ ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചാലഞ്ചസിനെ ഫേസ് ചെയ്തു. അതേപോലെ പറയുന്നത് എന്താണ്? സ്പെസിഫിക് ഇൻഡസ്ട്രീസ് ആൻഡ് റീജിയൻ ഹാവ് ബീൻ ഡിഫറെൻ്റ്ലി ഇമ്പാക്റ്റഡ്. സോ ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഓരോ കൺട്രീസിനെയും ഇത് ഡിഫറെൻ്റ്ലി അഫക്റ്റ് ചെയ്തു. ഓക്കെ ആണോ? അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ചില കൺട്രീസ് ഫാസ്റ്റ് ആയിട്ട് റിക്കവർ ചെയ്തു, ചില കൺട്രീസ് എന്താണ്? അത് ഡിഫറെൻ്റ്ലി ഇമ്പാക്റ്റ് ചെയ്തു. ഓക്കെ അല്ലേ?
അടുത്ത് പറയുന്നതാണ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ന്യൂ എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ബൈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ മെമ്പർ ഹാസ് ഇൻക്രീസ്ഡ് സിൻസ് 2020 ഫസ്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ പാൻഡമിക് ആൻഡ് സബ്സിക്വently വിത്ത് ദ വാർ ഇൻ യുക്രൈൻ ആൻഡ് ഫുഡ് ക്രൈസിസ്. Some of these export restrictions have been gradually lifted but several still remain in the place. സോ ഇതിലെന്താ മെയിനായിട്ട് പറയുന്നത്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ മെമ്പേഴ്സ് എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസിനെ ഇൻക്രീസ് ചെയ്തു. അതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ന്യൂ എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻ, എക്സ്പോർട്ടിനെ റെസ്ട്രിക്റ്റ് ചെയ്തു. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ റീസണാണ് പറയുന്നത്. വാർ ഇൻ യുക്രൈൻ, അതേപോലെ തന്നെ ഫുഡ് ക്രൈസിസ്. സോ ഈ ചാലഞ്ചസ് കാരണം, വാർ അതേപോലെ തന്നെ ഫുഡ് ക്രൈസിസ് കാരണം തന്നെ അവർ എക്സ്പോർട്ടിനെ റെസ്ട്രിക്റ്റ് ചെയ്തു. പക്ഷേ ചില കൺട്രീസ് എന്ത് ചെയ്തു? സം ഓഫ് ദീസ് എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻ ഹാവ് ബീൻ ഗ്രാജുവലി ലിഫ്റ്റഡ്. ചില കൺട്രീസ് ഇങ്ങനെ ചാലഞ്ചസ് കുറയുന്നതനുസരിച്ച് ഈ എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസിനെ റിമൂവ് ചെയ്തു. ചില കൺട്രീസ് എന്ത് ചെയ്തു? എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസിനെ റിമൂവ് ചെയ്തില്ല, അവരെന്താണ് ഒരു ലിമിറ്റേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ ആണോ? ആസ് ഓഫ് മിഡ് ഒക്ടോബർ 2022 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ മെമ്പേഴ്സ് still had in place 52 export restrictions on food, feed and fertilizers, in addition to 27 export restrictions on products essential to combat COVID-19. Of these, 44% of the export restriction on food, feed and fertilizers and 63% of the pandemic related export restriction were maintained by the G20 economies. ഇതിലെന്താ മെയിനായിട്ട് പറയുന്നത്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ മെമ്പേഴ്സ് സ്റ്റിൽ 52 എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അതെന്തിലാണ്? ഫുഡ്, ഫീഡ് അതേപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സിലായിരുന്നു അത് മെയിൻറ്റെയിൻ ചെയ്തത്. ഓക്കെ ആണോ? പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 27 എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഓൺ പ്രോഡക്ട്സ് എസെൻഷ്യൽ ടു കോമ്പാക്ട് COVID-19. സോ ഇതിൽ മെയിനായിട്ട് പറയുന്നത് കോവിഡിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള പ്രോഡക്ട്സിൽ 27 എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. 44% എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഫുഡ്, ഫീഡ് അതേപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സിലും 63% പാൻഡമിക് റിലേറ്റഡ് എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. ഇത് മെയിൻറ്റെയിൻ ചെയ്തത് G20 എക്കോണമീസ് ആണ്. ഓക്കെ ആണോ? അടുത്ത് പറയുന്നതാണ് During the review period, G20 economies introduced 66 new trade facilitating measures and 47 trade restrictive measures on goods. These measures were not related to the pandemic. ഇതിൽ മെയിനായിട്ട് പറയുന്നതാണ് ട്രേഡ് ഫെസിലിറ്റേറ്റിംഗ് മെഷേഴ്സ്. അപ്പോൾ ട്രേഡ് ഫെസിലിറ്റേറ്റിംഗ് മെഷേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഗുഡ്സിൻ്റെ ട്രേഡിനെ ഈസി ആക്കുന്ന ഒരു പോളിസീസ് മെഷേഴ്സിനെയാണ് നമ്മൾ ട്രേഡ് ഫെസിലിറ്റേറ്റിംഗ് മെഷേഴ്സ് എന്ന് പറയുന്നത്. ടാരിഫിനെ റെഡ്യൂസ് ചെയ്യുക, അതേപോലെ തന്നെ കസ്റ്റം പ്രൊസീജിയേഴ്സിനെ സിംപ്ലിഫൈ ചെയ്യുക, അതാണ് ട്രേഡ് ഫെസിലിറ്റേറ്റിംഗ് മെഷേഴ്സ് എന്ന് പറയുന്നത്. ട്രേഡ് റെസ്ട്രിക്റ്റീവ് മെഷേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ട്രേഡിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രേഡിനെ ലിമിറ്റ് ചെയ്യുക. യൂഷ്വലി പറയുവാണെങ്കിൽ ടാരിഫ് അതേപോലെ തന്നെ കോട്ടാസ് ഇമ്പോസ് ചെയ്യുക, ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുക, അതാണ് ട്രേഡ് റെസ്ട്രിക്റ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ മെഷേഴ്സ് പാൻഡമിക് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല ഇമ്പോസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അടുത്ത് പറയുന്നത് എന്താണ്? അറ്റ് ദ സെയിം ടൈം ദ അക്യുമുലേറ്റഡ് സ്റ്റോക്ക് പൈൽ ഓഫ് G20 ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് കണ്ടിന്യൂ ടു ഗ്രോ. By mid-October, 11.6% of G20 imports were affected by the trade restricting measures implemented since 2009 and still in force. സോ ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് കണ്ടിന്യൂ ചെയ്ത് ഗ്രോ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇമ്പോർട്ടിനെ അത് റെസ്ട്രിക്റ്റ് ചെയ്തു. മെയിനായിട്ട് പറയുവാണെങ്കിൽ ഇമ്പോർട്ടിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് പോർഷൻ എന്ത് ചെയ്തു? റെസ്ട്രിക്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ചെയ്യപ്പെട്ടു. അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. Initiations of trade remedy investigations by G20 economies declined sharply during the review period. After a peak in 2020, that was the highest since the beginning of the trade monitoring exercise in 2009. Anti-dumping measures continued to be the most frequent trade remedy action in terms of initiations and terminations. Similarly, the implementation of new COVID-19 related trade measures by G20 economies decelerated over the past 5 months, with the 4 new such measures recorded on the goods and 1 on service. The number of new COVID-19 related support measures to mitigate the social and economic impacts of the pandemic also fell sharply over the past 5 months. ഇതിൽ മെയിനായിട്ട് എന്താണ് പറയുന്നത്? ട്രേഡ് റെമഡി ഇൻവെസ്റ്റിഗേഷൻ. ട്രേഡ് റെമഡി ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ സേഫ് ഗാർഡ് ചെയ്യുന്നതാണ് ട്രേഡ് റെമഡി ഇൻവെസ്റ്റിഗേഷൻ. സോ ഇത് മെയിനായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഹാം ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസിനെ എന്ത് ചെയ്യുന്നു? എക്സാമിൻ ചെയ്യുന്നു. ഇവിടെ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടീസ് എന്താണ് പറയുന്നത്? അതായത് അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസ് എന്ന് വെച്ചാൽ അതിൻ്റെ എക്സാമ്പിളാണ് ഡംപിങ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് റെമഡി ആയിട്ടാണ് ഇവിടെ ആൻറ്റി ഡംപിങ്
കൺസ്യൂമിങ് മെഷേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി നോട്ട് ചെയ്ത് വെക്കുക. മെയിനായിട്ട് ഇതിൽ ട്രേഡ് റെമഡി ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചാണ് പറയുന്നത്. COVID-19 റിലേറ്റഡ് ട്രേഡ് മെഷേഴ്സ്. സോ ഇതിൽ മെയിനായിട്ട് COVID-19 റിലേറ്റഡ് മെഷേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ഡീസലറേറ്റഡ് ഓവർ ദ പാസ്റ്റ് 5 months with 4 new such measures recorded on the goods and service. The number of the new COVID-19 related supported measures to mitigate the social and economic impacts of the pandemic fell sharply. പാസ്റ്റ് 5 months COVID-19 മെഷേഴ്സ് എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. ഓൺലി 4 മെഷേഴ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത്. ഓക്കെ ആണോ? അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. Since the beginning of the pandemic, 201 COVID-19 trade and trade-related measures in goods were implemented by the G20 economies. Most 61% were trade facilitating, while the rest 39% could be considered as trade restrictive. G20 economies continued to phase out pandemic-related import-export measures. By mid-October 2022, 77% of the export restrictions had been repealed, leaving 17 restrictions in place. Although the number of the pandemic-related trade restrictions in place decreased, their trade coverage remains significant at $122 billion. The World Trade Organization trade monitoring reports have been prepared by the WTO Secretariat since 2009. ഇതിലപ്പോൾ മെയിനായിട്ട് എന്താണ് പറയുന്നത്? ബിഗിനിങ് ഓഫ് ദ പാൻഡമിക് 201 COVID-19 ട്രേഡ് റിലേറ്റഡ് മെഷേഴ്സ് വെയർ ഇംപ്ലിമെന്റഡ്. പാൻഡമിക്കിന്റെ ബിഗിനിങ് ടൈമിൽ ഓൾമോസ്റ്റ് 201 COVID-19 ട്രേഡ് ആൻഡ് ട്രേഡ് റിലേറ്റഡ് മെഷേഴ്സ് എന്ത് ചെയ്തു? G20 എക്കോണമീസ് ഇംപ്ലിമെന്റ് ചെയ്തു. അതിൽ 61% എങ്ങനെയായിരുന്നു? ട്രേഡ് ഫെസിലിറ്റേറ്റിങ്ങും 39% ട്രേഡ് റെസ്ട്രിക്റ്റീവും ആയിരുന്നു. സോ ഇതിൽ മെയിനായിട്ട് പറയുന്നത് മെജോറിറ്റി ആയിട്ടുള്ള മെഷേഴ്സ് ട്രേഡിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതായിരുന്നു. ഓക്കെ അല്ലേ? അടുത്ത് പറയുന്നത് എന്താണ്? G20 economies continued to phase out pandemic-related imports and export measures by the mid-October 2022. സോ ഇതിൽ മെയിനായിട്ട് പറയുന്നത് എന്താണ്? 77% ഓഫ് ദ എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. മെയിനായിട്ട് 77% റിമൂവ് ചെയ്തു. അതാണ് ഇവിടെ പറയുന്നത്. The World Trade Monitoring reports have been prepared by the World Trade Organization Secretariat since 2009. സോ ഇവിടെ പറഞ്ഞേക്കുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ട്രേഡ് മോണിറ്ററിംഗ് റിപ്പോർട്ട്സ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓഫീസ് എന്ത് ചെയ്തു? പ്രിപ്പയർ ചെയ്തു. ഓക്കെ ആണോ? അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. അതേപോലെ G20 മെമ്പർ കൺട്രീസിനെ കുറിച്ചാണ് പറയുന്നത്. അർജന്റീന, ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, ചൈന, EU, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ഇന്തോനേഷ്യ. സോ G20 കൺട്രീസ് ആണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇതാണ് G20 എക്കോണമീസിൽ മെയിനായിട്ട് പറയുന്ന പോയിന്റ്സ്. ഇത് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഇത് ഒന്നും കൂടെ നിങ്ങൾ വായിച്ചു നോക്കുക, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാകും. ഇതിൽ മെയിനായിട്ട് G20 എക്കോണമീസ് ഗ്ലോബലി എക്കണോമിക് സ്റ്റെബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മളിവിടെ നോക്കിയൊരു പോയിന്റ് ആണ് ട്രേഡ് റെമഡി ഇൻവെസ്റ്റിഗേഷൻ. അതിൽ നമ്മൾ ആന്റി ഡംപിംഗ് മെഷേഴ്സ് നോക്കിയതായിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ ഇത് ഓൾമോസ്റ്റ് ഒരു വൈഡ് ഏരിയയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് മാക്സിമം പാരഗ്രാഫ് വൈസ് മനസ്സിലാക്കുന്ന പോലെ പറഞ്ഞത്. ഇത് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.